മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് കാണാൻ നിരവധി പേരാണ് ടൗൺഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലക്കാരും വയനാട് ജില്ലയിലെ തന്നെ ഒരുപാട് ആളുകളും ടൗൺഷിപ്പ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ആളുകളെ കാണാം. ചേട്ടാ, ടൗൺഷിപ്പൊക്കെ നടന്നു കണ്ടോ? ടൗൺഷിപ്പൊക്കെ ഞങ്ങൾ നടന്നു കണ്ടു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ തന്നെ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പല കിംവദന്തികളും നമ്മൾ നവമാധ്യമങ്ങളിൽ കൂടി കേൾക്കുന്നുണ്ട്. പക്ഷേ ആ വസ്തുതകളെല്ലാം വളരെ കളവാണെന്ന് ഞങ്ങൾക്ക് ഈ വീട് കണ്ടപ്പോൾ മനസ്സിലായി. ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ വീടിന് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 7 സെൻറ്റ് സ്ഥലവും ചുറ്റുമതിലും വൃത്തിയുള്ള ഭംഗിയുള്ള വീടുകളും എല്ലാ സൗകര്യങ്ങളോട് കൂടിയ നല്ല വീടുകളും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ പേര് ജോയി. ഞങ്ങൾ രാവിലെ ഒരു 9:30 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടല്ല, ഞങ്ങൾ ഇനി ചൂരൽമലയും കൂടി ഒന്ന് കാണണം. എന്തുകൊണ്ടായാലും എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടേക്ക് പറന്നെത്തി, ആ ദുരന്ത ഭൂമിയിൽ കൂടി പറന്നെത്തി ഒരു കുഞ്ഞുകുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് വേണ്ടതെല്ലാം നൽകാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി പറന്നുപോയ ആളുകളുണ്ട്. ഇവിടെ ഈ ആളുകളുടെ പുനരധിവാസത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വിരിച്ച് പറന്ന് അകന്നുപോയവരുണ്ട്. അവരെയെല്ലാം നിരാശരാക്കിക്കൊണ്ട് തന്നെയാണ് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഇവിടെ ഒരു ടൗൺഷിപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പേരാവൂര് ഞങ്ങൾ ഒന്നിക്കുന്നവരാണ്. നല്ല അഭിപ്രായമാണ്. വളരെ ഇപ്പം ഇത് കിട്ടിയവർക്ക് എന്ന് പറഞ്ഞാൽ കാര്യം അവർക്ക് നഷ്ടപ്പെട്ട് നിരാശയിലാണെങ്കിൽ പോലും അവർക്ക് ഇല്ലായ്മയിൽ നിന്നൊരു വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. അതിൻ്റെ പണിത്തരങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കണ്ട് വളരെ എന്ന് പറഞ്ഞാൽ വളരെ അതിശയകരമായൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വളരെ നല്ല രീതിയാണ് സർക്കാർ ചെയ്തത്. നല്ല അഭിപ്രായം. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുന്നത്. ഇത് ഇപ്പം സുന്ദര സ്വപ്നമായി ഞങ്ങൾക്ക് എന്നല്ല. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ആളാണ്. ഞാൻ എടപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 5 കിലോമീറ്റർ. എന്തായാലും ഞങ്ങൾ ഇത്ര പ്രതീക്ഷയില്ല സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. നല്ല അഭിപ്രായമാണ്. ഞങ്ങളുണ്ടാവും. ഞങ്ങളുടെ നാടല്ലേ ഇത്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ പേരായിരുന്നു. ഞങ്ങളിത് നിർമ്മാണം കാണാൻ വന്നതാണ്. വളരെ മനോഹരമായ രീതിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വീടുകൾക്ക് നല്ല നിലവാരമുള്ള രീതിയിൽ തന്നെയാണ് പണികൾ നടത്തിയിരിക്കുന്നത്. 10 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളുള്ള വീടുകളാണ്. എല്ലാവർക്കും അല്ല, ഞങ്ങൾ ഞാൻ ജോസഫ്, വയനാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങൾ കാണാൻ വന്നതാണ്. വാഴവറ്റ. ഞങ്ങൾ പണിയൊക്കെ നല്ല സ്ട്രെങ്തിലാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പണി ഏറ്റവും മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നത്. മറ്റുള്ളവർ മോശമായിട്ട് പറഞ്ഞെങ്കിലും അങ്ങനെയല്ല എന്നാണ് എനിക്ക് ബോധ്യം. അല്ലല്ല, ഞങ്ങൾ ഇടയ്ക്ക് ഇതിലൂടെ പുറത്തുകൂടെ പോകുമ്പം കാണാറുണ്ട്. അകത്ത് കയറുന്ന ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് ഒന്ന് കാണാമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ്. നല്ല രീതിയിലുള്ള പണിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. കണ്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് ആദ്യമായിട്ടല്ല, എൽസ്റ്റൺ എസ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ വന്നിട്ട് ഇതുവരെയുള്ള വർക്കിൻ്റെ എല്ലാ പ്രോഗ്രസ്സും ഓരോ ഘട്ടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ സന്തോഷവും ആവേശമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓരോ ഘട്ടത്തിലും കണ്ടു എന്ന് പറയുന്നത് പലരും പല കാര്യങ്ങൾ പറയുന്നത്, എന്തിനാണ് ഇത്രയധികം പൈസ ചെലവഴിക്കുന്നത്, അതിന്റെ ആവശ്യമില്ല ഒരു വീടിനെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ? നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ അപജയത്തിൻ്റെ ഒരു ഭാഗമാണ് അത്തരം പ്രചരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയായിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അതിലെ നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. എപ്പോഴും രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെ കുറ്റം പറയുക മാത്രമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വികലമായ ഒരു മാനസിക അവസ്ഥയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുക. അതിനെ തള്ളിക്കളയണം. വീടിൻ്റെ പണികളെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ക്ലാസ്സുകാരന് സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പിലെ വീട് എന്നുള്ള രൂപത്തിൽ, അതും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഉറപ്പുള്ള ഒരു വീട്, നല്ല അന്തരീക്ഷവും നല്ല ഭൂപ്രകൃതിയുള്ള പ്രദേശം, ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ഒരു ടൗൺഷിപ്പ് എന്നുള്ള രൂപത്തിൽ ഒത്തൊരുമിച്ച് എനിക്ക് തോന്നുന്നത് ഒരു ലോകത്തിനൊരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഇത് ലോകത്തിനൊരു മാതൃക തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവേശം തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. വയനാട് തന്നെയല്ലേ? തീർച്ചയായും.
ഉദ്ഘാടനത്തിനുണ്ടാവും അല്ലേ? തീർച്ചയായും അതില്ലെങ്കിൽ പിന്നെ നമ്മൾ വയനാട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായും. എൻ്റെ പേര് യോഹന്നാൻ. എന്താ പറയാനുള്ളത്? ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നിന്ന് വരുന്ന ആളാണ്. മലപ്പുറം ജില്ലയാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടതിൻ്റെ എത്രയോ അപ്പുറമാണ്. കാരണം എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ്. ഇനി അങ്ങോട്ടില്ല. പിന്നെന്താ വെച്ചാൽ ഇത് നമ്മുടെ ഈ കേരള ഗവൺമെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ടാണ്. കാരണം എങ്ങനെ ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞങ്ങളിത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അതെ, ഉദ്ഘാടനത്തിന് ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും വരണമല്ലോ. ഇത് വന്ന സ്ഥിതി അല്ല, പോയിട്ട് വരും. തീർച്ചയായിട്ടും പോയിട്ട് വരും. എന്റെ പേരെന്താ? ഷാജഹാൻ. എന്റെ പേരെന്താ? ഇസ്മായിൽ. ഇവരുടെ കൂടെ വന്നാൽ കൂടെ എന്ത് പറയുന്നു കണ്ടിട്ട് പ്രവർത്തനം പുറത്തുനിന്നുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും കൊടുത്തു. അപ്പോൾ ഇവിടെ വന്ന് അങ്ങനത്തെ ആളുകൾക്കൊക്കെ വന്ന് നേരിൽ കാണാൻ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒരു സർക്കാർ ജനങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും. മലപ്പുറംകാരാണ് ഞങ്ങളോട് ഇവിടെ വന്നപ്പോൾ കുറെ ഇക്കാര്യം പറഞ്ഞത്. എനിക്കൊന്ന് മലപ്പുറത്താണ് ഏറ്റവും അധികം കുപ്രചരണങ്ങൾ നടക്കുന്നത്. അതെ, മലപ്പുറത്താണ് പ്രചരണങ്ങൾ കൂടുതലുള്ളത്. അവര് വന്നവരൊക്കെ, അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ ഒറ്റ ഇച്ഛാശക്തിയാണ് ഇതിനൊക്കെ കാരണം, അത് സമ്മതിക്കുന്നു. പക്ഷെ മലപ്പുറത്ത് പ്രചരിക്കുന്നത് മുഴുവൻ ഇത്തരം പ്രചരണങ്ങളാണ്, മോശമാണെന്നുള്ള രീതിയിലാണ്. അത് ശരിയാണോ നോക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അതാ ഞാൻ പറയാൻ കാരണം. ഒരുപാട് ആളുകൾക്ക് പല സംശയങ്ങളുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ഇവിടെ വന്ന് കാണുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളല്ല അധികം ആളുകളും കാണുന്നത്. പിന്നെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വിമർശനം മാത്രം തൊഴിലാക്കിയ കുറച്ച് ആളുകളുണ്ട്. അവർക്ക് ശരിക്കും ഇതിന് മറുപടിയില്ല. അവരൊക്കെ അത് വന്ന് കാണണം, കണ്ടിട്ട് അവർ അഭിപ്രായം പറയണം. ഇനി എന്ത് സംവിധാനം സ്കൂള് ഇതിലും കവിഞ്ഞിട്ടൊന്നും ഇനി ചെയ്യാനില്ല. ഞങ്ങളൊക്കെ എന്താ പറയുക, ഇത് സ്വപ്നം കാണുന്നതിന് അപ്പുറത്താണ് അത്രയും. കാരണം ഇത് മലപ്പുറം, കണ്ണൂർ തുടങ്ങി അതുപോലെ തന്നെ കോഴിക്കോട്, പത്തനംതിട്ട വരെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. ടൗൺഷിപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ, അവിടെ നടക്കുന്ന പ്രചാരണങ്ങൾ ശരിയാണോ എന്നറിയാനാണ് അവരൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ണൂരും അതുപോലെ തന്നെ മലപ്പുറം, വയനാട് ജില്ലയിലെ തന്നെ തദ്ദേശവാസികളായ ആളുകളും ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അകത്ത് കയറി കാണാൻ വേണ്ടി എത്തിയവരാണ്. എല്ലാവരും സംതൃപ്തരാണ്. ഇങ്ങനെ കാണുന്ന എല്ലാവരും തിരിച്ചു പോകുമ്പോൾ പറയുന്ന കാര്യം, ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും പുനരധിവസിപ്പിക്കപ്പെടുകയാണ് എല്ലാവരും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ ഇവിടേക്ക് വരികയാണ് അടുത്ത ദിവസം തന്നെ. ഏറെ സന്തോഷകരമായ ആ ഒരു വാർത്ത, ആ ഒരു കാഴ്ച കാണാൻ ആളുകൾ പല ജില്ലകളിൽ നിന്നും ഇവിടേക്ക് ഇന്ന് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ക്യാമറമാൻ അനു കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.